ഓം ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം. ഓം ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം. ഓം ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം. ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധം എങ്ങനെ അവസാനിപ്പിക്കാം? കുടുംബം തകരാതിരിക്കാൻ വിഷ്ണുമായ സ്വാമി തുണയ്ക്കും. നമസ്കാരം. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ലഭിക്കുന്ന വേദന സഹിക്കാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് സ്വന്തം ഭർത്താവ് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന മനപ്രയാസം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സ്നേഹിച്ച ഭർത്താവിനെ തിരികെ ലഭിക്കാനും കുടുംബജീവിതം പഴയതുപോലെ സന്തോഷകരമാക്കാനും എന്തു ചെയ്യണം എന്നറിയാതെ ഉഴലുകയാണോ നിങ്ങൾ? എങ്കിൽ ഉത്തരമായി നമുക്ക് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം തേടാം. കലിയുഗവരദനായ ശ്രീ വിഷ്ണുമായ സ്വാമി പരമശിവന്റെയും പാർവതിദേവിയുടെയും ചൈതന്യമുത്തിണങ്ങിയ അത്ഭുത ശക്തിയാണ്. ഭക്തരുടെ വിളി കേട്ടാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവം എന്നാണ് സ്വാമി അറിയപ്പെടുന്നത്. അസാധ്യമായ കാര്യങ്ങൾ സാധിച്ചു തരുന്ന, തടസ്സങ്ങൾ നീക്കുന്ന ശക്തിയാണ് വിഷ്ണുമായ. ഭർത്താവിൻ്റെ മനസ്സ് മാറിപ്പോകാനും മറ്റൊരു ബന്ധത്തിലേക്ക് ആകർഷിക്കപ്പെടാനും പലപ്പോഴും കാരണം മായാവലയങ്ങൾ അല്ലെങ്കിൽ ബാഹ്യമായ ചില സ്വാധീനങ്ങളാകാം. ഭക്തരുടെ വിശ്വാസമനുസരിച്ച് ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഭർത്താവിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിരിക്കുന്ന തെറ്റായ ചിന്തകളെയും മറ്റുള്ളവരുടെ വശീകരണ ശക്തികളെയും തകർക്കാൻ സ്വാമിയുടെ ഉപാസനയിലൂടെ സാധിക്കും. ഭർത്താവിന് സ്വന്തം കുടുംബത്തോടുള്ള സ്നേഹം തിരികെ നൽകാനും തെറ്റായ ബന്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരാനുള്ള ബോധം നൽകാനും സ്വാമി സഹായിക്കും. വീട്ടിലെ കലഹങ്ങൾ മാറി ദമ്പതികൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ ശാക്തേയ പൂജകളും പൗർണമി പൂജകളും ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പെരിങ്ങോട്ടുകര പോലുള്ള വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ ഇതിനായി പ്രത്യേക പൂജകളും വഴിപാടുകളും നിലവിലുണ്ട്. മനമുരുകി സ്വാമിയെ പ്രാർത്ഥിക്കുക. കുടുംബ ഐക്യത്തിനായുള്ള പ്രത്യേക വഴിപാടുകൾ, ഉദാഹരണത്തിന് കളംപാട്ട്, ഗുരുതി പൂജ തുടങ്ങിയവ ക്ഷേത്ര ആചാരപ്രകാരം നടത്തുക. സ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചാൽ ഭർത്താവിൻ്റെ മനസ്സിലെ മായ മാറി അദ്ദേഹം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നത് ആയിരക്കണക്കിന് ഭക്തരുടെ അനുഭവസാക്ഷ്യമാണ്. വിശ്വാസമാണ് ഏറ്റവും വലിയ ശക്തി. നിങ്ങളുടെ കണ്ണുനീർ പാഴാക്കില്ല. ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ സങ്കടങ്ങൾ സമർപ്പിക്കുക. തീർച്ചയായും ആ വിളി സ്വാമി കേൾക്കും. നിങ്ങളുടെ കുടുംബജീവിതം വീണ്ടും പൂവണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയെ ശരണം. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ.